ഹലോ അസ്സാം വലൈക്കും, ഇറ്റ്സ് മീ നഫ്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പൊ എന്നെ അറിയുന്ന ആൾക്കാർ കേട്ടോ. പിന്നെ ഏർണിങ്സ് കിട്ടാൻ തുടങ്ങിയോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം നല്ല ഏർണിങ്സ് ഒക്കെ ഉണ്ടാവൂലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയാം, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് എന്നെ ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കും, എത്ര കിട്ടാൻ തുടങ്ങി, എത്ര ഡോളറാണ് കിട്ടുക, എത്ര മണിക്കൂർ വെച്ചിട്ട് പൈസ കിട്ടും, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് പറയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഏർണിങ്സിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. യൂട്യൂബിന്റെ കാര്യം പറയുകയാണെങ്കിൽ, യൂട്യൂബിൽ എന്ന് വെച്ചാൽ നമുക്ക് 3 മില്യൺ വ്യൂ പിന്നെ 500 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഷോർട്സിന്റെ കാര്യം കേട്ടോ. ഷോർട്സും വീഡിയോസും സെപ്പറേറ്റ് ആയിട്ടാണ് മോണിറ്റൈസേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷോർട്സിന്റെ കാര്യത്തിൽ 500 സബ്സ്ക്രൈബറും പിന്നെ 3 മില്യൺ വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ നമ്മളെ മോണിറ്റൈസേഷൻ കിട്ടും. ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഏർണിങ്സ് കിട്ടുള്ളൂ. ഏർണിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് ശേഷം എത്ര വീഡിയോസ് ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏർണിങ്സ് കിട്ടുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണെങ്കിൽ വീഡിയോസിന്റെ കാര്യം. വീഡിയോസിന്റെ കാര്യത്തിൽ തന്നെ 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂർ, അതായത് 4000 വാച്ചിങ് അവറും കിട്ടിയാൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അതും ഇത് പറഞ്ഞ പോലെ തന്നെ അതിന് ശേഷമാണ് നമുക്ക് ഏർണിങ്സ് യൂട്യൂബ് തരാൻ തുടങ്ങുക, കിട്ടാൻ തുടങ്ങുക. നമുക്കൊരു ഇത്ര എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഡോളർ കിട്ടും എന്നൊക്കെ പറയുന്നില്ല, അത് അങ്ങനെയാണ് കിട്ടുക. പിന്നെ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിന്റെ കാര്യമാണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ അത്യാവശ്യം വ്യൂ പിന്നെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ചോദിക്കും ഏർണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ. പിന്നെ കുറെ ആൾക്കാർ നമുക്ക് മെസ്സേജ് ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടി തുടങ്ങിയോ. അപ്പോൾ എനിക്കിതുവരെ ഏർണിങ്സ് ആയിട്ട് എന്ന് പറയാൻ, നമ്മളിപ്പം കൊളാബൊക്കെ ചെയ്യൂലേ, കൊളാബ് ചെയ്യുന്നതാണെങ്കിൽ, പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതാണെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പിന്നെ ഒരു ഇൻകം ആയിട്ട് കിട്ടുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് യൂട്യൂബ് പോലെ നമ്മൾ റീൽസ് ഇടുന്ന അനുസരിച്ചിട്ട് അതിന്റെ വ്യൂ അനുസരിച്ചിട്ട് എമൗണ്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോൾ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് കൊളാബും നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്കൊരു എമൗണ്ട് ഒരു എന്താക്കുന്നത് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുക. അപ്പം എന്ന് വെച്ചാൽ യൂട്യൂബും ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷെ പെട്ടെന്നുള്ള ഒരു ഏർണിങ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനൊന്നും, അത് യൂട്യൂബ് ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഒന്നും കിട്ടുമെന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മളൊന്നും ചിന്തിച്ചാൽ മതി. അതായത് ഇന്ന് തുടങ്ങി നാളെ നമുക്ക് ഏർണിങ്സ് കിട്ടണം എന്നായിരുന്നു, അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ കൊല്ലങ്ങളൊഴിക്കും നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും കണ്ട് ഒന്ന് പരിചയമായി നമ്മളെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ തുടങ്ങണമെങ്കിൽ കുറച്ച് കാലം എടുക്കുമായിരിക്കും, ടൈം എടുക്കും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇത് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്താ കുറച്ച് നമ്മളെ ഏർണിങ്സ് അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കേണ്ടത്. നമ്മളൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ വീഡിയോ ചെയ്യാനാണ് ഇഷ്ടം, അത് നമ്മൾ ചെയ്യുക. അതിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ എന്തായാലും ഒരു കാലത്ത് അത് ക്ലിക്കാവും, അത്ര എനിക്ക് പറയുള്ളൂ. ആ ക്ലിക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഏർണിങ്സ് കിട്ടും, എന്തായാലും കിട്ടും. അപ്പൊ എന്താക്കാം, എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇട്ടത്. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ഏർണിങ്സ് എത്ര കിട്ടും, ഏർണിങ്സ് എത്ര കിട്ടും. എനിക്കൊന്നും കിട്ടുന്നൊന്നുമില്ല, കാര്യം പറയാലോ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ്റെ ആൾക്കാർ 1500 സബ്സ്ക്രൈബർ അങ്ങാണ്ട് ആയിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് ഏർണിങ്സ് അതിൻ്റെ അതൊന്ന് കിട്ടാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ആ ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത് കൊണ്ട് യൂട്യൂബിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. കാരണം ഇൻസ്റ്റഗ്രാമിൽ മില്യൺ അടിച്ച വീഡിയോയിലും യൂട്യൂബിൽ ഇടുമ്പം പിന്നെ 50 ആൾക്കാർ, 100 ആൾക്കാർ, 200 ആൾക്കാർ അങ്ങനെയല്ലേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പം കയറി വരുമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താക്കുക, ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം. ചാനലൊക്കെ ഒന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, അപ്പം ഞാൻ എപ്പോഴെങ്കിലൊക്കെ മോണിറ്റൈസ് ആവുമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഏർണിങ്സ് എത്ര കിട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് എന്താക്കാം ഫുൾ വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ഇട്ടിരുന്നിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും.